ക്യാരക്ടേഴ്സും വായിച്ച പുസ്തകങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഈവൻ നാട്ടിൽ കണ്ട് നമ്മൾ ജനിച്ചു വളരുമ്പോൾ കണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പം ഞാൻ തവളയുടെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാനൊരു ദുബായ്ക്കാരൻ്റെ ഭാര്യയാണ്. ഭർത്താവ് ദുബായിലാണ്. അപ്പം നാട്ടിൽ മോനെ വളർത്തുന്ന ഒരു നാട്ടുംപുറം അമ്മ. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു നല്ലിയാൻറ്റി ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുക. ദുബായിൽ നിന്ന് ഫോൺ വരും. പണ്ട് ഞാൻ കുട്ടിയാകുമ്പോൾ അപ്പം ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലാണ് ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അവിടെയാണ് നല്ലിയാൻറ്റി വന്നിരിക്കുക. ചിലപ്പോൾ ഞാൻ ഉറങ്ങിയായിരിക്കും, ചിലപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടാവും. അവരുടെ ഫോൺ വർത്താനം ഞാൻ കേൾക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാത്തിരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫോൺ വരുമ്പോഴുള്ള അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ ചെയ്യുമ്പം ഞാൻ ആലോചിച്ചെടുത്തതൊന്നുമല്ല. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതല്ലേ നല്ലിയാൻറ്റീനെ എങ്ങനെ എന്നുള്ള ആ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് കണക്റ്റായി. അപ്പം അങ്ങനെ കണ്ട ആളുകളൊക്കെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവും തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ വേണച്ചാവില്ല, നമ്മൾ അറിയാണ്ട് അതങ്ങനെ പുറത്ത് വരും.